ഈ ചാനലിലുള്ള ഫസ്റ്റ് ലോങ് വീഡിയോ ആണിത്. ഇതുവരെ ഞാൻ ഷോർട്സാണ് ഇട്ടത്. ലോങ് വീഡിയോ ആദ്യമായിട്ടാണ്. വലിയ തിരക്കേടില്ലാന്ന് തോന്നുന്നു. കുറേ വിചാരിക്കുന്ന ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നുള്ളത്. ഇന്നാണ് അതിന് പറ്റിയ സമയം കിട്ടിയത്. അതേപോലെ തന്നെ ഇതിൽ ഞാനൊരു പെയിൻറ്റിങ് വീഡിയോ ഏഡാക്കിക്ക് ഇഷ്ടമുള്ള ആൾക്കാർ അതും കാണും. ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുക്കങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ രാത്രി ഞാനൊരു പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നു. എന്നിട്ട് അപ്പാടങ്ങ് ഉറങ്ങി ഒന്നും എടുത്ത് വെച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ആദ്യം പെയിൻ്റെല്ലാം എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഇതൊരു ചെറിയൊരു ട്രാൻസിഷനാണ്. എങ്ങനെയുണ്ട്? ഡ്രോയിങ് ബുക്കിൽ ഈ ഒരു ഓർഗനൈസറിലാണ് വെച്ചത്. ഇത് ഞാൻ 2 കൊല്ലമായിട്ടായി ഉണ്ടാക്കിയിട്ട്. അതിനൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. ഈ ഒരു മണി പ്ലാന്റ് കുറേ ദിവസം ഇങ്ങനെ വറ്റി വരേണ്ടത് എനിക്ക് വളം തരുമോ എന്ന് ചോദിച്ചിട്ട് ഇന്നെന്തായാലും ഞാൻ എൻ്റെ കുടിക്കുന്ന വെള്ളത്തിൽ നിന്ന് കുറച്ച് അതിനും കൊടുത്ത്. എൻ്റെ വള്ളം കുടീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഓൺലൈനിൽ നല്ലൊരു ബോട്ടിലുണ്ട്. അപ്പം ബോട്ടിലിൻ്റെ മൊഞ്ച് കൊണ്ട് കുടിക്കുമെന്ന് വെച്ചിട്ട് വാങ്ങിയതാണ്. പക്ഷേ വലിയ മികവൊന്നും ഇല്ലേനു. ഞാൻ ഈ എഴുതുന്നതാണ് ടു ഡു ലിസ്റ്റ്. ഈ ഒരു സംഭവം ഇല്ലാണ്ട് എൻ്റെ ഒരു ദിവസം നല്ലോണം പോകില്ല. അതുകൊണ്ട് ടു ഡു ലിസ്റ്റ് ഈസ് മസ്റ്റ്. പിന്നെ ഉച്ചക്ക് ഈ അപ്പവും മുട്ടയാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ, രാവിലെ തുടങ്ങിയതല്ല എൻ്റെ ഈ ഡേ ഇൻ മൈ ലൈഫ്. ഉച്ചക്കാണ് ഞാൻ തുടങ്ങിയത്. അപ്പത്തിന് വിശന്ന് ഫുഡ് കഴിച്ച്. രാവിലത്തെ ഫുഡ് തന്നെയാണ് ഉച്ചക്കും കഴിച്ചത്. കൂടിപ്പോൾ ഞാൻ വൈകുന്നേരവും രാത്രിയും എല്ലാം കഴിക്കും. കാരണം എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണിത്. കുറച്ച് വെള്ളം കുടിച്ച് ഇനി നമ്മൾ അടുത്ത പരിപാടിക്ക് കിടക്കാൻ പോവാണ്. ഇത് ഒരു പെയിൻറ്റിങ് വീഡിയോ ആണ്. ഞാൻ പറഞ്ഞിട്ടല്ലോ മുമ്പ് ഞാനൊരു പെയിൻറ്റിങ് വീഡിയോ ഇതിൻ്റെ ഒത്ത് ഏഡാക്കിക്കുന്നുള്ളത്. ഈ കാണിക്കുന്ന പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോയിൽ ഞാൻ യൂട്യൂബിൽ ഷോർട്സ് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ പെയിൻറ്റിങ് എന്നുള്ളത് എൻ്റെ സെക്ഷനല്ല. ഞാൻ അധികം പോർട്രൈറ്റ്, അതന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അങ്ങനെയാണ്. പെൻസിൽ ഡ്രോയിങ് ആണ് അധികം ഞാൻ ചെയ്യൽ. പെയിൻറ്റിങ് വലിയ ധാരണയില്ലാത്ത ആളാണ്. പക്ഷേ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ പെയിൻറ്റിങ് തുടങ്ങിയത്. കാരണം ആൾക്കാർക്കെല്ലാം ഇഷ്ടം ഈ കളർഫുൾ ഐറ്റംസിൻ്റെ കൂടെയാണ്. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രോയിങ് എല്ലാം ചെയ്താൽ വലിയ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. ഞാൻ തന്നെ അധികം പെൻസിൽ ഡ്രോയിങ് ചെയ്യുകയാണെങ്കിൽ ഞാൻ കാണുന്നത് അധികവും ഇങ്ങനത്തെ പെയിൻറ്റിങ് വീഡിയോ ആണ്. അതുകൊണ്ട് എല്ലാവർക്കും അതായിരിക്കും ഇഷ്ടം എന്നുള്ളതിലാണ് ഞാനും പെയിൻറ്റിങ് ചെയ്ത് തുടങ്ങിയത്. പക്ഷേ സത്യം പറയുകയാണെങ്കിൽ നല്ല രസമാണ്. നമ്മളിങ്ങനെ ഓരോ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ നമ്മൾ മൈൻഡ് നല്ല റിലാക്സ് ആവാനും എല്ലാം നല്ലൊരു പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് തോന്നുന്നു ഈ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ. അപ്പോൾ എനിക്ക് നല്ലോണം അത് ഉപകാരപ്പെട്ടിക്ക്. കുറേ സ്ട്രെസ്സും കാര്യങ്ങളെല്ലാം വരുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ മതി പെയിൻറ്റ് ചെയ്യാൻ. പിൻട്രസ്റ്റിലെല്ലാം കുറേ റെഫറൻസ് ഉണ്ട്. പക്ഷേ ഇന്ന് എനിക്ക് നല്ലതൊന്നും കിട്ടിയിട്ടില്ല. കുറേ സ്ക്രോൾ ചെയ്താൽ നല്ല കിട്ടും. അതുകൊണ്ട് സ്ക്രോൾ ചെയ്തിട്ട് സമയം കളയണ്ടെന്നുള്ളതിൽ ഞാൻ പണ്ട് കോമ്പറ്റീഷനിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ എടുക്കുന്ന ഒരു റെഫറൻസ് ഉണ്ട്. അതുതന്നെയാണ് ഞാൻ ഇപ്പം വരയ്ക്കാൻ പോകുന്നത്. ഇപ്പം നിങ്ങളായിരിക്കുന്നുണ്ടാവും ഞാൻ കുറേ കോമ്പറ്റീഷനിലും പോയി കുറേ പ്രൈസെല്ലാം വാങ്ങിച്ചൊക്കെ ഉണ്ടാവുന്നു. എന്നാൽ അങ്ങനെയൊന്നുമല്ല. ഞാൻ ആകെ 2 പ്രാവശ്യം കോമ്പറ്റീഷന് പോയിക്കൊള്ളു. ഫസ്റ്റ് ഞാൻ കേരള ഉത്സവത്തിന് ഒരു വാട്ടർ കളർ പെയിൻറ്റിങ്ങിന് കോമ്പറ്റീഷന് പോയത്. ആടെയാണെങ്കിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അതേപോലെ തന്നെ ലേറ്റായിട്ട് ഞാൻ എത്തി. അപ്പത്തിന് സ്റ്റാർട്ട് ചെയ്തിരിക്കാനും. അങ്ങനെ ഞാൻ ഫുൾ രാത്രി പ്രിപ്പയറെല്ലാം ചെയ്തിട്ടാണ് പോയത്. അവിടുത്തെ കുറേ ആൾക്കാർ കണ്ടപ്പോൾ ആകെ പേടിയായി. എന്താ ചെയ്യാമെന്നല്ല നോക്കി. ലാസ്റ്റ് തീമെല്ലാം പറഞ്ഞ തീമും മനസ്സിലായിക്കില്ല. അങ്ങനെ കുറേ നേരം ഇരുന്ന് ലാസ്റ്റ് എന്തൊക്കെയോ വരച്ചങ്ങ് കൊടുത്ത്. പക്ഷേ 3rd കിട്ടിയേക്കേനു. ഒന്നും കിട്ടൂല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേങ്കിൽ 3rd കിട്ടിയപ്പോൾ നല്ല സന്തോഷമായി. പൊതുവെ ആരെങ്കിലും ഞാൻ വരക്കുന്നിങ്ങനെ നോക്കി നിൽക്കേണ്ടത് തന്നെ എനിക്ക് വല്ലാത്ത ടെൻഷനാവും. അന്നേരം വരച്ചതെല്ലാം തെറ്റിപ്പോവും. അതുപോലെ തന്നെ എന്തെങ്കിലും കമൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിലോ അതെല്ലാം ആക്കിയാൽ എനിക്ക് ഉള്ളിൽ ടെൻഷനായി. എന്താണെന്നറിയില്ല, എനിക്ക് ഇങ്ങനെ എന്താണെന്നറിയില്ല. അതൊക്കെ അവിടെ വെക്കട്ടെ. നമുക്ക് ഈ പെയിൻറ്റിങ്ങിനെ പറ്റി പറയാം. പെയിൻറ്റിങ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 സാധനങ്ങളുണ്ട്. ഒന്നാമത്തത് വാട്ടർ കളർ ട്യൂബ്സ്, രണ്ടാമത്തത് സ്കെച്ച് ബുക്ക്, മൂന്നാമത്തത് വാട്ടർ, നാലാമത്തതാണ് കുറച്ച് മെയിനായിട്ടുള്ളത്. അതാണ് നമ്മൾ സ്വന്തം ടിഷ്യൂ പേപ്പർ. ഇതിപ്പോൾ ഇതെന്തിനാന്ന് ചോദിച്ചാൽ ഇതൊക്കെ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയാണ്. ടിഷ്യൂ പേപ്പറിനെ കൊണ്ട് നമുക്ക് ഈ മിസ്റ്റേക്കെല്ലാം കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇത് ഉണങ്ങുന്നതിനെക്കാട്ടി മുമ്പേ പ്രയോഗിക്കണം, അല്ലെങ്കിൽ ഫ്ലോപ്പായി പോകും. ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിശന്നത്. പിന്നെ ഞാൻ ഈ കൊടൈക്കനാലിന് വരുമ്പോൾ ഒരു ചോക്ലേറ്റ് വാങ്ങിക്കാനും. അതാണ് ഇത്. ഞാൻ ആദ്യം വിചാരിച്ചതിൻ്റെ ഉള്ളിലെല്ലാം ഫുൾ ചോക്ലേറ്റ് ആയിരിക്കും. എന്നാൽ ഇതാണ് അവസ്ഥ. എനിക്കിങ്ങനെ വീട്ടിൽ ഒറ്റക്കാകുമ്പോൾ എന്തെങ്കിലും ഇങ്ങനെ തിന്നുകൊണ്ട് നിൽക്കണം. അത് ഈ ചോറ്, നാസ്ത അങ്ങനത്തെ അല്ല. എന്തെങ്കിലും കിളിപ്പത്തിരി ഐറ്റംസ് അല്ലേ, സ്നാക്സ് എല്ലാം, അതെല്ലാം അങ്ങനത്തെ എന്തെങ്കിലും എനിക്ക് തിന്നുകൊണ്ട് നിൽക്കണം. പക്ഷെ എൻ്റെ ഉമ്മാൻ്റെ നേരെ തലതിരിച്ചിട്ടാണ്. ഉമ്മാക്ക് ആരും ഇല്ലെങ്കിൽ ഉമ്മ അങ്ങനെ ഒന്നും തിന്നൂല. ഞാനാണെങ്കിൽ ഓപ്പോസിറ്റാണ്. എനിക്ക് ആരെങ്കിലും ഇല്ലാണ്ട് നിൽക്കുമ്പോൾ എന്തെങ്കിലും തിന്നാൻ തോന്നുക. പറഞ്ഞ് നമ്മളെ പെയിൻറ്റിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എനിക്കറിയാം വലിയ രസമൊന്നും ഇല്ലയെന്ന്. എന്നാലും ഒരു 2-3 ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും.
വീട്ടിലാരെങ്കിലും വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് മെയിനാവണം, എന്നാൽ ഈ സാധനം ഒന്ന് ഉണ്ടാക്കിയാൽ മതി. ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയതാണ്. എന്നിട്ടാണ് ഞാൻ കുറച്ച് വിലയെല്ലാം വീട്ടിലുണ്ടാക്കിയത്. ഉണ്ടാക്കാൻ സിമ്പിളാണ്, പക്ഷെങ്കിൽ ഓലിങ്ങനെ പൊക്കുമ്പോൾ വലിയ ടഫാന്നുള്ളതിലെല്ലാം പറഞ്ഞാൽ മതി. ഇതേപോലെ ഇങ്ങ് വരും. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലെല്ലാക്കി അങ്ങ് വെച്ച് കൊടുക്കാം. ഞാൻ എന്തായാലും ഉണ്ടാക്കുന്ന വീഡിയോ ഇടാം. പിന്നെ നിങ്ങൾക്കും ഒന്ന് ഷോ എല്ലാം ആക്കാമല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഉൾവിളി. അങ്ങനെ വീടെല്ലാം പൂട്ടി പൈസ എല്ലാം നൊട്ടി പെറുക്കി പീടിയെ പോയി ഒരു ഇപ്പി നൂഡിൽസും പിന്നെ ഒരു ഓക്കെ ബിരിയാണി വാങ്ങിച്ച്. അപ്പോഴേക്കും ചായൻ്റെ സമയമായിരിക്കണം. അങ്ങനെ ചായയും കാച്ചി നൂഡിൽസ് എല്ലാം നല്ല എസ്തെറ്റിക്കായിട്ട് വെക്കാൻ നോക്കിയതാ, പക്ഷെങ്കിൽ ആസ്മെറ്റിക്കായിപ്പോയി. ഫോർക്ക് വെച്ചിട്ടൊന്നല്ല സാധാരണ തിന്നൽ, എന്നാൽ അലമാറയെല്ലാം തപ്പിപ്പിടിച്ച് ഫോർക്കെല്ലാം എടുത്ത് ലാസ്റ്റ് നോക്കുമ്പോൾ തിന്നിട്ടൊരു മെന കിട്ടുന്നില്ല, ടേസ്റ്റ് അറിയുന്നില്ല. അങ്ങനെ ലാസ്റ്റ് ഫോർക്ക് മാറ്റി. എന്നിട്ട് നമ്മളെ കയ്യെന്നെ എടുത്ത് എന്നിട്ട് എന്തോ ഒരു ടേസ്റ്റ് ആയിരുന്നു. എന്താണെന്നറിയില്ല, കയ്യിനെക്കൊണ്ട് തിന്നുമ്പോൾ വല്ലാത്തൊരു ടേസ്റ്റാണ്. ഫ്രൈഡേ എനിക്കൊരു തീർക്കാനൊരു വർക്ക് ഉണ്ടായിരുന്നു. അത് തീരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പം അതിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ച് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് സ്കെച്ചിട്ട് വെച്ച്. എന്നിട്ട് കുറേ നോട്ട്സ് ഉണ്ടായിരുന്നു എഴുതാൻ. ക്ലാസ്സിലെല്ലാം എപ്പെങ്കിലും പോവുക, അതുകൊണ്ട് നോട്ട്സ് ഒന്നും കംപ്ലീറ്റ് അല്ല. ഇപ്പം ഞാൻ എഴുതുന്നത് പ്രോബ്ലം നോട്ടാണ്. നിങ്ങൾക്കറിയാലോ, പ്രോബ്ലം എല്ലാം ക്ലാസ്സിൽ നിന്ന് കേട്ടിക്കില്ല, പിന്നെ ഒന്നും മനസ്സിലാവില്ല. ഇതിപ്പോൾ എക്സാമിന് എന്താക്കുമെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഉറപ്പായും ഒട്ടം നോക്കിയിരിക്കും, വേറെ എന്താക്കാനാ. FIUGPൻ്റെ ആയതുകൊണ്ട് തന്നെ യൂട്യൂബ് ക്ലാസ് ഒന്നും ഉണ്ടാവില്ല. ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ഇതേപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബായ്.